ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇങ്ങനൊരു വീഡിയോ കുറേ ആയി എടുക്കാൻ വിചാരിക്കുന്നു, പക്ഷേ എന്തോ സാഹചര്യങ്ങൾ മൂലം എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഇങ്ങനെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ എൻക്വയറി ചെയ്തു, എന്താ പറയുക, MBA കുറിച്ചിട്ട്. സോ ഇത് MBA പഠിക്കാൻ വിചാരിക്കുന്ന അല്ലെങ്കിൽ MBA അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കായിരിക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുക. സോ ഞാൻ ആക്ച്വലി നമുക്ക് ഈ MBA പഠിക്കണമെങ്കിൽ നമുക്ക് 50% മാർക്ക് എന്തായാലും മസ്റ്റാണ്. ഡിഗ്രി വേണം. അതേത് ഡിഗ്രിക്കാർക്കും വേണമെങ്കിൽ MBA നമുക്ക് എടുക്കാം. ഏത് കാറ്റഗറിയിൽ നിന്ന് BBA ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ. BBAക്കാർക്കും BComകാർക്കും ഒന്നും കൂടി സിമ്പിളായിരിക്കും. പക്ഷേ ഞാൻ വരുന്നത് BA ഇംഗ്ലീഷ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് സെമ്മൊക്കെ. അപ്പം ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ വരുന്നത് BA ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. എനിക്ക് 70 എബോവ് മാർക്കെല്ലാം ഉണ്ടായിരുന്നു ഡിഗ്രിക്ക്. സോ ഞാൻ എലിജിബിൾ ആണ്. അങ്ങനെ ഞാൻ കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഫ്രണ്ട് വഴി കണ്ടു, പരിചയപ്പെട്ടു. ആ ഫ്രണ്ടിൻ്റെ കാര്യം പറയേ വേണ്ട, അവനിപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ട് പോലും കിട്ടുന്നില്ല. കാരണം ഒരു എമൗണ്ട് ഓഫ് ക്യാഷ് എനിക്ക് ഫീസിൽ നിന്ന് കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആൾ വഴിയെടുത്തത്. പിന്നെ അത് വേറെ രീതിക്കൊക്കെ വള്ളിയായി. ആള് ഇറ്റലിയിലെങ്ങാണ്ടോ മുങ്ങി നടക്കുവാണ്. അപ്പം അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. സോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇത് പല വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് ഏജന്റുമാർ തരും, പല രീതിക്ക്. ഇപ്പോൾ കുറേ കുട്ടികൾ എന്നെ പെട്ടതിന് ശേഷം വന്നിട്ട് അയ്യോ ചേച്ചി ഇനി എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇനി എടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതെല്ലാം നിങ്ങൾ നോക്കി ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റ് ഒരു അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എങ്ങനെ ഫസ്റ്റ് സെം വന്നു. MBA കുറിച്ച് ഒന്നും അറിയില്ല. ഏതോ ഒരു ഇൻഫ്ലുവൻസർ മാഡം ഉണ്ടായിരുന്നു, ആളുടെ വീഡിയോ കണ്ടാണ് ഞാൻ സംഭവം സത്യം പറഞ്ഞാൽ MBA പഠിക്കാമെന്ന് വിചാരിച്ചത്. സോ എനിക്കെന്ന് വെച്ചാൽ +2 ഞാൻ കൊമേഴ്സ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അക്കൗണ്ടൻസി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. സ്റ്റാറ്റ് ഇന്നാലും കുഴപ്പമില്ല, അക്കൗണ്ടൻസി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അക്കൗണ്ടൻസിക്ക് ഞാൻ തിയറി പഠിച്ചിട്ടൊക്കെയാണ്, പിന്നെ എന്തൊക്കെയോ കുത്തി വരച്ചു, അങ്ങനെയൊക്കെയാണ് ഉള്ള കാര്യം പറയാലോ. അപ്പം എൻ്റെ വിചാരം MBA എന്ന് വെച്ചാൽ ഫുൾ ബിസിനസ്സിൻ്റെ സാധനങ്ങൾ മാത്രം, അതിൻ്റെ തിയറി കാര്യങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഫസ്റ്റ് സെമ്മിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കിളിപോയി. അക്കൗണ്ടൻസി ഒരു വഴിക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വഴിക്ക്, എക്കണോമിക്സ് ഒരു വഴിക്ക്. പക്ഷേ എല്ലാത്തിലും തിയറി ഉണ്ട്. ഒരു 70% പ്രാക്ടിക്കൽ ആണെങ്കിൽ ഒരു 30% അല്ലെങ്കിൽ 20% നമുക്ക് തിയറി ഉണ്ടാവും. സോ ഈ തിയറി മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. ഞാൻ ഫസ്റ്റ് സെം എക്സാം ആകുമ്പോൾ ഞാൻ നൈറ്റ് 2 മണിക്ക് 1 മണിക്കൊക്കെ എണീറ്റ് പഠിക്കും. എക്സാമിൻ്റെ സമയത്ത് നമുക്ക് വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നുമില്ല, കാരണം അത് ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടേ ഇരിക്കുള്ളൂ. കാരണം എക്സാം എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം വരുന്നൊരു പീരീഡ് ഓഫ് ടൈമിൽ മാത്രം വരുന്നൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് അത്രയും വാല്യൂ കൊടുത്താലേ നമുക്ക് നല്ല രീതിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു 1 മന്ത് നല്ലോണം ഇരുന്ന് പഠിച്ചു. എക്സാം അടുക്കാറായപ്പോൾ 2 മണിക്ക് 3 മണിക്ക് ഉമ്മയാണ് എൻ്റെ അലാറം. കേരളത്തിലാണ് കേട്ടോ എൻ്റെ അലാറം, ഞാൻ എൻ്റെ ഫോണിലൊന്നും അലാറം ഇതുവരെ വെച്ചിട്ടില്ല. സോ ഉമ്മ വിളിച്ച് എണീപ്പിക്കും, ഇരുന്ന് പഠിക്കും. അങ്ങനെ ഫസ്റ്റ് സെം റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. ഞാൻ അത്രയും പേടിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ നിർത്തിപ്പോണമെന്ന് വിചാരിച്ചായിരുന്നു. MBA ഫസ്റ്റ് മന്തൊക്കെ ഫുള്ള് കരച്ചില്ല. ഒന്നാമത് വീട് വിട്ട് വന്ന സങ്കടം, രണ്ടാമത് എന്താ പറയുക, ഈ വിചാരിച്ച സാധനങ്ങളൊന്നുമല്ലല്ലോ പഠിക്കാൻ പോകുന്നത്. ഫുള്ള് ഫസ്റ്റ് സെം എല്ലാം അപ്പുറത്തെ ആളത് നോക്കിയിട്ടാണ് ഞാൻ എല്ലാ പ്രോബ്ലം പേപ്പേഴ്സ് എല്ലാം ഞാൻ എൻ്റെ നോട്ടിൽ പക്ക ഈച്ച കോപ്പി എന്ന് തന്നെ പറയാം സാധനം. പക്ഷേ കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ കിട്ടി. നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഞാനൊരു BA ഇംഗ്ലീഷ് എന്ന് വന്നൊരു ഒരാളെന്നുള്ള രീതിക്ക് മാത്രമേ സംസാരിക്കുന്നു. പക്ഷേ നിങ്ങൾ BBA ആണോ BCom ആണോ അവർക്കൊക്കെ ഈ സംഭവം സിമ്പിളായിരിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഈ സബ്ജക്ട്സ് എല്ലാം ഉണ്ട്. ഞാൻ +2 ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒരുപാട് തിയറിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ BA ഇംഗ്ലീഷിൽ പഠിച്ചത്. പക്ഷേ എന്ന് കരുതി നിങ്ങൾക്ക് ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് പാസ്സാവാം. നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഏത് രീതിയിൽ ഏത് ഈ BA ഇംഗ്ലീഷ് എടുത്താലും ഏത് ഡിഗ്രി എടുത്ത കുട്ടിക്കാണെങ്കിലും നല്ല രീതിക്ക് റാങ്ക് ഹോൾഡർ തന്നെ ആവാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ സെക്കൻഡ് സെം വന്നപ്പോഴും നമുക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു, അക്കൗണ്ടൻസി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്. പിന്നെ വരുന്നത് QT, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്.
അത് ഞാൻ തലകുത്തനെ ഇരുന്ന് പഠിച്ചു, കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. ഇപ്പം നമുക്ക് തേർഡ് സെമ്മിൽ മുതലാണ് നമുക്ക് സ്പെഷ്യലൈസേഷൻ വരിക. സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ആണ്. നിങ്ങൾക്ക് മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ്, ഫൈനാൻസ്, HR, ഹെൽത്ത് കെയർ, ബിസിനസ് അനലറ്റിക്സ്, ഇങ്ങനെ കുറേ സ്പെഷ്യലൈസേഷനാണ് നമുക്ക് വരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഈ കോഷ്യസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും സ്പെഷ്യലൈസേഷൻ തരുന്ന വേറൊരു കോളേജ് ചെറിയ പാക്കേജിൽ ഇല്ല. അതാണ് വലിയൊരു ഡിഫറൻസ് കോഷ്യസിൻ്റെ. പിന്നെയെന്ന് വെച്ചാൽ MBA നമുക്ക് 3 ടൈപ്പാണ് വരുന്നത്: കോർ, കോംപ്രിഹെൻസീവ്, അഡ്വാൻസ്. കോറാണ് ഏറ്റവും പൈസ കുറവുള്ളത്. ഞാൻ കോറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നല്ല സംഭവം തന്നെ ചൂസ് ചെയ്തത്. കോംപ്രിഹെൻസീവ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. 1-2 സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. Excel പോലെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇപ്പം ഞാൻ തേർഡ് സെം ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ, തേർഡ് സെം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പ്ലേസ്ഡ് ആയി. സോ ഞാൻ വർക്ക് ചെയ്യുവാണ് ഇപ്പോൾ. വർക്ക് ചെയ്യുന്നിടത്ത് ഇരുന്നിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള സാർമാർക്ക് അറിയാം ഞാൻ ഇങ്ങനത്തെ ഒരു ഫീൽഡിലാണ്, ലൈക്ക് ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, അതുപോലെ തന്നെ ഇങ്ങനെ യൂട്യൂബിലെല്ലാം വീഡിയോസ് ചെയ്യുന്ന എല്ലാം സാർമാർക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ സാറുമാർ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. കാരണം കുറേ കുട്ടികൾ എൻക്വയറി വരുന്നുണ്ട് MBA കുറിച്ച്. MBA ആണ് ചോദിക്കുന്നത്. UG കുട്ടികൾക്ക് പിന്നെ സീനില്ല, അവർക്ക് ഓൾറെഡി ക്ലാസ് എല്ലാം സ്റ്റാർട്ടായി കഴിഞ്ഞു. പിന്നെ അതൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് ഒന്നും വാങ്ങിച്ച് പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് പക്ക PDF സാധനങ്ങൾ, ക്ലാസ് ഏത് ചാപ്റ്ററാണോ കഴിയുന്നത് അപ്പം തന്നെ നമുക്ക് PDF തരും. നിങ്ങൾക്ക് അപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. ഞാൻ PDF മാത്രം റെഫർ ചെയ്തിട്ടാണ്, ഒരു ടെക്സ്റ്റ് ബുക്ക് പോലും ഞാൻ MBA വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോട്ടെല്ലാം പക്കയായിരുന്നു, അപ്പം തന്നെ എല്ലാം എഴുതും. ഇപ്പോൾ എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും പ്ലേസ്ഡ്